നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരത്തും കാസർകോട്ടും വർഗീയ കലാപമുണ്ടാക്കാൻ ആസൂത്രിത നീക്കം നടത്തിയത് CPM-ഉം SDPI-യും ചേർന്നാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. ഫെഡറൽ ബാങ്കിന്റെ ജനകീയ സ്വഭാവം നിലനിർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തിയത്. ജനമൈത്രി പോലീസും കോഴിക്കോട് സാന്ത്വനം ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിക്കും. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ ജലസംഗമവും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. കാസർഗോഡ് DPC ഹാളിൽ നടന്ന പരിപാടി P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെയായിരുന്നു മാർച്ച്. ജില്ലാ ഭരണകൂടത്തിന്റെയും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരത്തും കാസർകോട്ടും വർഗീയ കലാപം ഉണ്ടാക്കാൻ ആസൂത്രിത നീക്കം നടത്തിയത് CPM-ഉം SDPI-യും ചേർന്നാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ കാസർകോട്ട് പറഞ്ഞു. BJP കാസർഗോഡ് മണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ചേശ്വരത്തും കാസർകോട്ടും വർഗീയ കലാപമുണ്ടാക്കുന്നത് CPM-ഉം SDPI-യും ചേർന്നാണെന്ന് K. സുരേന്ദ്രൻ ആരോപിച്ചു. രണ്ടിടങ്ങളിലും വർഗീയ കലാപത്തിന് നീക്കം നടക്കുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അതാരാണെന്ന് വ്യക്തമാക്കണം. ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് തയ്യാറാകണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആരാണ് ഉപ്പളയിലും മഞ്ചേശ്വരത്തുമൊക്കെ കാസർഗോഡുമൊക്കെ വ്യാപകമായ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്? SDPI CPM കൂട്ടുകെട്ടാണ്. അവർ ഒരുമിച്ച് വരുന്നു. അവരാണ് BJP RSS അയ്യപ്പ കർമ്മസമിതിക്കാരെ ആക്രമിക്കുന്നത് അല്ലേ? അപ്പോൾ ആരാണ് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? CPM ആണ് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. അത് തന്നെയാണ് മഞ്ചേശ്വരത്തും കാസർഗോഡും കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നു നിയമസഭയിൽ വർഗീയ കലാപത്തിന് ശ്രമിക്കുന്നു. ആര്? ആ ചോദ്യത്തിന് പിണറായി വിജയൻ ജനങ്ങളോട് ഉത്തരം പറയണം. ആരാണ് മഞ്ചേശ്വരത്തും കാസർഗോഡും വർഗീയ കലാപത്തിന് ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ തെളിവെന്താണ്? വെറുതെ രണ്ട് ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ മാത്രമായിട്ടൊരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാറാൻ പാടില്ല. ശബരിമലയിൽ യുവതികളെ കയറ്റാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ പാർട്ടി ഓഫീസിൽ കയറിയ യുവതിയായ പോലീസ് ഓഫീസറെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പിണറായി വിജയനാണ് ഒരു പാർട്ടി ഓഫീസിൽ, സ്വന്തം പാർട്ടിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്താൻ പോയ ഒരു വനിതയെ പടിയടച്ച് പിണ്ടം വച്ചിരിക്കുന്നത്. ഒരു ചോദ്യമില്ല, ഉത്തരമില്ല. അവർക്ക് ശിക്ഷാ നടപടി കൊടുത്തിരിക്കുകയാണ്. പാർട്ടി ഓഫീസിൽ പോലീസിന് കയറാൻ പാടില്ലേ? അതും യുവതിയായിട്ടുള്ള ഒരു പോലീസുകാരിക്ക് പാർട്ടി ഓഫീസിൽ കയറാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ലേ? രാഹുൽ ഗാന്ധി കേരളത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊന്നും സംസാരിക്കുന്നില്ല. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളം കഴിഞ്ഞ 3 മാസമായി ചർച്ച ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രശ്നം മോദിജി രാഹുൽ ഗാന്ധിയോടും CPM-നോട് ചോദിച്ചിരുന്നു. എന്താ നിങ്ങളുടെ നിലപാട്? ശബരിമലയിലെ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ നിലപാടെന്താ? കോൺഗ്രസ് അധ്യക്ഷന് ആ പ്രശ്നത്തിൽ ശരിയായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. സ്ത്രീകളെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു, എന്നാൽ ആചാരം സംരക്ഷിക്കുകയും വേണം. ഇതെങ്ങനെ നടക്കുന്നു? BJP ലോക്സഭാ മണ്ഡലം നേതൃയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ സഹസംഘടനാ ജനറൽ സെക്രട്ടറി സന്തോഷ്, ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രഭാരിയും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, പ്രമീള C. നായിക്, അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, P. സുരേഷ് കുമാർ ഷെട്ടി, A. വേലായുധൻ, P. രമേശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു.
ഭരണഘടനാ ഭേദഗതിയിലൂടെ സംവരണ തത്വങ്ങളെ അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും സാമ്പത്തിക സംവരണം ആദ്യമായി നടപ്പിലാക്കുകയും രാജ്യത്തുടനീളം നടപ്പിലാക്കുവാൻ BJPയോട് ആവശ്യപ്പെടുകയും ചെയ്ത CPM സമീപനത്തിനെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സംസ്ഥാന ഓഫീസുകളിലേക്ക് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സാമ്പത്തിക സംവരണമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് ആദ്യമായി പറഞ്ഞതും അത് നടപ്പിലാക്കിയതും ഇടതുപക്ഷമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കാനുള്ള സാമ്പത്തിക സംവരണം എന്ന നയം സ്വീകരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. അതിനു മുമ്പ് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടന ഭേദഗതി ചെയ്ത് സാമ്പത്തിക സംവരണം എന്ന് വേണമെന്ന് പറഞ്ഞ പാർട്ടിയും ഇടതുപക്ഷമാണ്, കേരളത്തിലെ ഗവൺമെന്റാണ്. എന്നാൽ കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ പിന്നോക്കക്കാർക്ക് നൽകപ്പെട്ട അനുവദിക്കപ്പെട്ട സംവരണ തോത് പോലും ലഭ്യമായിട്ടില്ലെന്ന് കാണാൻ കഴിയും. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടനീർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TD കബീർ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, സെക്രട്ടറി KS ഹംസ, ജില്ലാ പ്രസിഡന്റ് MC കമറുദ്ദീൻ, ജനറൽ സെക്രട്ടറി A അബ്ദുൽ റഹ്മാൻ, ട്രഷറർ കല്ലട്ര മാഹിൻ ഹാജി, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി AKM അഷ്റഫ്, TE അബ്ദുള്ള, അസീസ് മരിക്ക, മൂസ B ചെർക്കള, യൂസഫ് ഉളുവാർ, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, M അബ്ബാസ്, മൊയ്തീൻ കൊല്ലമ്പാടി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. ഫെഡറൽ ബാങ്കിന്റെ ജനകീയ സ്വഭാവം നിലനിർത്തുക, അന്യായമായ സർവീസ് ചാർജുകൾ പിൻവലിക്കുക, സ്ഥിര നിയമന സംവിധാനം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തുന്നത്. ജാഥ ക്യാപ്റ്റൻ K മനോജ് കുമാറിന് പതാക കൈമാറി. AITUC ജില്ലാ പ്രസിഡന്റ് T കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AIBE ജില്ലാ സെക്രട്ടറി EV മോഹനൻ അധ്യക്ഷത വഹിച്ചു. AIBOA ജില്ലാ സെക്രട്ടറി ഗംഗാധരൻ, FPEU മേഖലാ സെക്രട്ടറി P സിബിൻ, മേഖലാ കമ്മിറ്റി അംഗം CR ധൻരാജ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പര്യടനം നടത്തുന്ന ജാഥ ഫെബ്രുവരി 13-ന് പാലക്കാട് ഒറ്റപ്പാലത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCN. ജനമൈത്രി പോലീസും കോഴിക്കോട് സാന്ത്വനം ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിക്കും. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NA നെല്ലിക്കുന്ന് MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു അടക്കമുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിവിധി തേടുന്ന പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. തുടർന്ന് മാജിക് ഷോയും ലഹരി വിപത്തുകൾക്കെതിരെയുള്ള തടവറയും സ്വപ്നങ്ങളും എന്ന സിനിമാ പ്രദർശനവും ഉണ്ടാകും. യാത്രയുടെ ഭാഗമായി ജില്ലയിലെ തെരഞ്ഞെടുത്ത കോളേജുകളിലും സ്കൂളുകളിലും മറ്റു പൊതുവേദികളിലും ലഹരി വിരുദ്ധ സെമിനാറുകളും സംഘടിപ്പിക്കും. എല്ലാ ജില്ലകളിലും പ്രയാണം നടത്തുന്ന യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. സാന്ത്വനം ട്രസ്റ്റ് ചെയർമാൻ RK മോഹനൻ, മാനേജിംഗ് ട്രസ്റ്റി VV സുരേന്ദ്രൻ, സുകേഷ് കുമാർ, സരോജിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നദികളേറെയുണ്ടായിട്ടും രൂക്ഷമായ ജലദൗർലഭ്യം അനുഭവപ്പെടാറുള്ള ജില്ലയിൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി ജലസംഗമവും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് DPC ഹാളിൽ നടത്തിയ പരിപാടി P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. സാർവദേശീയ പ്രശ്നമായ വരൾച്ചയെ നേടുന്നതിന് ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും ഇതിന് പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ ആവശ്യമാണെന്നും P കരുണാകരൻ MP പറഞ്ഞു.
നദികൾ കൊണ്ട് അനുഗ്രഹീതമായ ജില്ലയിൽ വേനൽക്കാലത്ത് ജനങ്ങൾ ഉപ്പുവെള്ളം കുടിക്കേണ്ട സാഹചര്യമുണ്ട്. കൂടാതെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും കുഴൽക്കിണറുകളും ഭൂഗർഭ ജലവിധാനത്തെ ചൂഷണം ചെയ്യുന്നുമുണ്ട്. ഇത്തരം പൊതുപ്രശ്നങ്ങളോട് ജനങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയോടെ സമീപിക്കണമെന്നും പി കരുണാകരൻ MP പറഞ്ഞു. ഓരോ സംസ്ഥാനങ്ങളിലും വരൾച്ചയും അതുപോലെ പ്രളയം മാറി മാറിയത് ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് പ്രളയത്തിൻ്റെയോ അതല്ലെങ്കിൽ വരൾച്ചയുടെ മാറുന്നു. നമുക്ക് വേണ്ടത്ര നദികളുണ്ട്, വേണ്ടത്ര വെള്ളമുണ്ട് എന്നൊക്കെ പോലും ഈ വരൾച്ച നേരിടുന്നു എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതിൻ്റെ ആവശ്യകത അതാണ് ഈ പ്രസന്റേഷനിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം മുംതാസ് സെമീറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു മുഖ്യ വിഷയാവതരണം നടത്തി. കൃഷിയാവശ്യത്തിന് ഏറ്റവും കുറഞ്ഞ തോതിൽ ജലമുപയോഗിക്കുന്ന ജില്ലയുടെ വെള്ളമെല്ലാം അറബിക്കടലിൽ പതിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് കളക്ടർ പറഞ്ഞു. ലാറ്ററൈറ്റ് ഭൂമികളേറെയുള്ള പ്രദേശത്ത് വെള്ളം പിടിച്ചു നിർത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജലസംരക്ഷണ പദ്ധതികളിലെ വിജയ മാതൃകകളെ പരിചയപ്പെടുത്തുന്നതിനും പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ അവരെ സന്നദ്ധരാക്കി ശാസ്ത്രീയമായ തുടർ പരിപാലനം ഉറപ്പാക്കുന്നതിനുമായി ഫെബ്രുവരിയിൽ സംസ്ഥാനതല ജലസംഗമം നടത്തുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ജില്ലാതല സംഗമം നടത്തിയത്. സംഗമത്തോടനുബന്ധിച്ച് നടന്ന ഏകദിന ശില്പശാലയിൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ ക്ലാസുകൾ എടുത്തു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ S സത്യപ്രകാശ്, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ MP സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ TJ അരുൺ, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ VK ദിലീപ്, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ VM അശോക് കുമാർ, ഭൂഗർഭ ജലവകുപ്പ് ജില്ലാ ഓഫീസർ P സീതാരാമ ഭട്ട്, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഗീസ് K വർഗീസ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ K സജിനി മോൾ, ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ B അശ്വിൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കേരള ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെയായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്. വനം വകുപ്പിലെ വാച്ചർമാർക്ക് 26 തൊഴിൽ ദിന വേതനം അനുവദിക്കുക, പ്രതിമാസം വേതനം അനുവദിക്കുക, മാസ്റ്റർ റോൾ ഏകപക്ഷീയമായി വെട്ടിച്ചുരുക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ഉത്സവ അലവൻസ് യഥാസമയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും AITUC ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PMS ഒഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഉയർത്തിയ ഒരുപാട് മുദ്രാവാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണിത്. 3000 രൂപ പ്രതിമാസം എന്ന് പറഞ്ഞാൽ ദിവസത്തേക്ക് എത്രയാണെന്ന് മനസ്സിലാവുമല്ലോ. ഒരു ദിവസം 3000-ത്തിലധികം പെൻഷൻ വാങ്ങുന്നവരുള്ള നാടാണിത്. സർക്കാർ ആലോചിക്കേണ്ടത് മിനിമം 3000 പെൻഷൻ തരണം. തന്നേ ഒക്കൂ, ഇല്ലെങ്കിൽ റോഡിലിറങ്ങും. ക്രമസമാധാന പ്രശ്നം, അച്ചടക്ക ലംഘനം എന്നൊന്നും പറഞ്ഞ് വിരട്ടാനൊന്നും നോക്കണ്ട. ഇപ്പൊ നിയമസഭാ സമ്മേളനം നടക്കുക. ഞങ്ങൾ ആ അവസരത്തിലാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഈ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ നിന്നേ പ്രതീക്ഷയുള്ളൂ. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് V രാജൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ പ്രസിഡന്റും CPI സംസ്ഥാന സമിതി അംഗവുമായ T കൃഷ്ണൻ, യൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം അഷ്റഫ് പള്ളഞ്ചി, CPI കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി K കുഞ്ഞിരാമൻ പനക്കുളം, സുധീഷ് കുറ്റിക്കോൽ, M രാധാകൃഷ്ണൻ പെരുമ്പള, രാഹുൽ കുറ്റിക്കോൽ, KP ആനന്ദൻ, പ്രണവ് കുറ്റിക്കോൽ, പവിത്രൻ നേരാടി, കുമാരൻ, ശിവരാമൻ, K നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ജില്ലാ ഭരണകൂടത്തിന്റെയും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. മഞ്ചേശ്വരം വർക്കാടി പഞ്ചായത്തുകളിലെ വിഭിന്ന ശേഷിക്കാർക്കായാണ് ക്യാമ്പ് നടത്തിയത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ക്യാമ്പിൽ 250-ലേറെ പേർ പങ്കെടുത്തു. ക്യാമ്പിൽ വെച്ച് വിഭിന്നശേഷി നിർണയവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടുകൂടിയായിരുന്നു സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ഗോവിന്ദപൈ കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ സഹകരണവും ക്യാമ്പിനുണ്ടായിരുന്നു. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകി 1 വർഷമായിട്ടും ലഭിക്കാത്തതിനെ തുടർന്നാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് മുൻകൈയെടുത്ത് ക്യാമ്പ് നടത്തി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത്. ഓൺലൈനിൽ ഓൾറെഡി രജിസ്റ്ററായ മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ CDPO മെസ്സേജ് കൊടുത്ത് അവർ വന്നതാണ്. ഗോവിന്ദപൈ കോളേജിലെ NSSൻ്റെ കുട്ടികൾ
പ്രത്യേക താല്പര്യപ്രകാരം അവരിവിടെ സേവന സന്നദ്ധരായി ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ നടത്തുന്നുണ്ട്. തീർച്ചയായും ഒരുപാട് ഉപകാരപ്രദമായ ഒരു ക്യാമ്പാണ്. ഇത് കഴിഞ്ഞ് വീണ്ടും മീഞ്ച പയ്യോളിക പഞ്ചായത്തുകളുടെ ക്യാമ്പ് കൂടി നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ അംഗവൈകല്യം ബാധിച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ സർട്ടിഫിക്കറ്റ് 100% നൽകുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്യാമ്പിലൂടെ വളരെ പെട്ടെന്ന് തന്നെ വിഭിന്നശേഷി നിർണയം നടത്തുവാനും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുവാനും സാധിച്ചു. മീഞ്ച പൈവളികെ പഞ്ചായത്തുകളുടെ ക്യാമ്പ് 8-ാം തീയതി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കും. ന്യൂസ് ഡെസ്ക് KCN. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സ്റ്റാഫ് പാറ്റേൺ സമഗ്രമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് സമാപിച്ചു. ശമ്പള പരിഷ്കരണത്തിനുള്ള കമ്മീഷനെ നിയമിച്ച് നടപടികൾ ആരംഭിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സ്റ്റാഫ് പാറ്റേൺ സമഗ്രമായി പരിഷ്കരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരണത്തിനായി പുതിയ ചട്ടങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബംഗളം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. സുനിൽകുമാർ കരിച്ചേരി, P. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താൽ ദിനത്തിൽ ക്രൂരമർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ കഴിയുന്ന ബയാറിലെ അബ്ദുൽ കരീം മുസ്ലിയാരുടെ ചികിത്സാ ചെലവ് വഹിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സ്വാഗതാർഹമെന്ന് PDP നേതാക്കൾ. സംഭവത്തിലെ മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മഞ്ചേശ്വരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ PDP നേതാക്കൾ ആവശ്യപ്പെട്ടു. മഞ്ചേശ്വരത്ത് കലാപമുണ്ടാക്കുവാൻ RSS ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ച സാഹചര്യത്തിൽ അക്രമികൾക്കെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് നടപടി ശക്തമാക്കണമെന്നും PDP നേതാക്കൾ ആവശ്യപ്പെട്ടു. രാത്രികാലങ്ങളിൽ അക്രമികൾ ബായാർ പ്രദേശത്ത് ബൈക്കുകളിലെത്തി കലാപത്തിന് ശ്രമിക്കുകയാണെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ബായാർ കരീം മൗലവിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകൾ വഹിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞത് നമുക്ക് ആശ്വാസം പകരുന്നതാണ്. PDP നേതാക്കളായ SM ബഷീർ അഹമ്മദ്, MK അബ്ബാസ്, അബ്ദുൽ റഹ്മാൻ പുത്തികെ, ജാസിർ പൊസോട്ട്, PP ഷംസുദ്ദീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപകട പരമ്പര. കാഞ്ഞങ്ങാട്ടെ ട്രാഫിക് സർക്കിൾ പൊളിച്ചു നീക്കിയത് വ്യാപകമായ പരാതിയെ തുടർന്ന്. അപകടങ്ങളും ഗതാഗതക്കുരുക്കും പതിവായതോടെയാണ് കോട്ടച്ചേരിയിലെ ട്രാഫിക് സർക്കിൾ പൊളിച്ചു നിൽക്കാൻ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ രംഗത്തിറങ്ങിയത്. സ്ഥിരം അപകട മേഖലയായ കോട്ടച്ചേരി ട്രാഫിക് സർക്കിളിൽ തിങ്കളാഴ്ച പുലർച്ചെ തൊട്ട് 2 അപകടങ്ങളാണ് നടന്നത്. പരാതി വ്യാപകമായതോടെ ട്രാഫിക് സർക്കിൾ പൊളിച്ചു നീക്കാൻ നഗരസഭാ ചെയർമാൻ VV രമേശിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങി. ട്രാഫിക് സർക്കിളിന്റെ വലിപ്പം വലുതായത് സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. മംഗളൂരുവിൽ നിന്നും ഈരാറ്റുപേട്ടയിലേക്ക് പോകുകയായിരുന്ന കാർ ട്രാഫിക് സർക്കിളിന്റെ സിമന്റ് കട്ടയിലിടിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ട്രാഫിക് സർക്കിൾ ഇടിച്ച കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ഓട്ടോയിലും ഇടിച്ചു. കാറിലുണ്ടായിരുന്ന ഈരാറ്റുപേട്ട സ്വദേശികളായ അനിൽകുമാറിനും ഭാര്യ രാഖിക്കുമാണ് പരിക്കേറ്റത്. മണിക്കൂറുകളുടെ ഇടവിട്ട് വീണ്ടും അപകടം നടന്നതോടെയാണ് വ്യാപകമായ പരാതി ഉയർന്നത്. ട്രാഫിക് സർക്കിളിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ച് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ KSTPയുടെ ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. എന്നാൽ പ്രതിഷേധം വ്യാപകമായതോടെയാണ് തിങ്കളാഴ്ച രാത്രി തന്നെ നഗരസഭാ ചെയർമാൻ VV രമേശിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ട്രാഫിക് സർക്കിൾ പൊളിച്ചു നീക്കിയത്. കാഞ്ഞങ്ങാട്ടെ ജനങ്ങളുടെ അഭിപ്രായം ഇപ്പോഴുള്ള സർക്കിൾ മാറ്റി വളരെ ചെറിയ സർക്കിളാക്കണമെന്നാണ്. പ്രത്യേകിച്ച് സിഗ്നൽ ലൈറ്റ് ഉണ്ടാകുമ്പോൾ നിലവിലുള്ള ഇത്ര വലിയ സർക്കിളിൻ്റെ ആവശ്യമില്ല എന്നാണ് ജനാഭിപ്രായം. ആ ജനാഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടായിക്കൂടാ എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സർക്കിള് പൊളിച്ചു മാറ്റുന്നത്. നടപടിക്രമങ്ങളുടെ ബാഹുല്യം മൂലം KSTP നടപടി വൈകുന്നതിനാലാണ് നഗരസഭാ ചെയർമാൻ നേരിട്ട് രംഗത്തിറങ്ങാൻ ഇടയായത്. അപകടങ്ങൾ ഒഴിവാക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടത്തുമെന്ന് നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. ഗതാഗത സ്തംഭനം ഒഴിവാക്കുന്നതിനായി ട്രാഫിക് സർക്കിളിന്റെ വലിപ്പം ചുരുക്കിയും പരിഷ്കരണത്തിൽ മാറ്റം വരുത്തിയും പരാതികൾ ഒഴിവാക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷൻ എന്ന അംഗീകാരം നീലേശ്വരത്തിന്. ജനങ്ങൾക്കൊപ്പം ജനകീയ പോലീസ് എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിച്ചതിനാണ് ഈ ബഹുമതി. അഭിനന്ദനങ്ങളുമായി നീലേശ്വരം നഗരസഭ. നീലേശ്വരം പോലീസിന് ഇത് അഭിമാന നിമിഷം. ജില്ലയിലെ മികച്ച പോലീസ് സ്റ്റേഷനായി നീലേശ്വരത്തെയാണ് തെരഞ്ഞെടുത്തത്. ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തതയ്ക്കിടയിലും മികച്ച രീതിയിൽ കേസന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് നീലേശ്വരം സ്റ്റേഷനെ ജില്ലയിൽ ഒന്നാമതാക്കിയത്. കഴിഞ്ഞ 1 വർഷക്കാലം സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഭൂരിഭാഗവും തെളിവ് കണ്ടെത്തുന്നതിലും ജനകീയ ഇടപെടൽ കാര്യക്ഷമമാക്കുന്നതിലും ശ്രദ്ധിക്കപ്പെട്ടു. അശരണായവർക്ക് ആശ്വാസമായി. ആരോഗ്യരംഗത്തും ബോധവൽക്കരണവുമായി സജീവമായി. ഇങ്ങനെ ജനങ്ങൾക്കൊപ്പം ജനകീയ പോലീസ് എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ നീലേശ്വരം പോലീസിന് സാധിച്ചു.
അംഗീകാരത്തിന്റെ നിറവിൽ നിൽക്കുന്ന സ്റ്റേഷനിലെ പോലീസുകാർക്ക് അഭിനന്ദനവുമായി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണ പ്രതിപക്ഷാംഗങ്ങൾ സന്ദർശിച്ചു. നഗരസഭാ ചെയർമാൻ KP ജയരാജൻ, കൗൺസിലർമാരായ PP മുഹമ്മദ് റാഫി, KP കരുണാകരൻ, PK രതീഷ്, C മാധവി എന്നിവർ അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്റ്റേഷൻ ഇന്ന് നേരിടുന്ന അപര്യാപ്തതകൾ CI നാരായണൻ വിവരിച്ചു. ജനകീയ സ്റ്റേഷന് അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. പോയ കാലത്തിന്റെ പരമ്പരാഗത തൊഴിലിനെ സംരക്ഷിച്ച് എടമുണ്ടയിലെ വീട്ടമ്മമാർ. ഗോത്രപൊലിമ യൂണിറ്റ് തഴപ്പായ യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. പോയ കാലങ്ങളിൽ പട്ടിണി അകറ്റിയിരുന്ന തൊഴിലിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് വാണിയൻകുന്ന് ആദിവാസി കോളനിയിലെ വീട്ടമ്മമാർ. പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിലൂടെ ഗോത്രപ്പൊലിമ സംരംഭക യൂണിറ്റ് രൂപീകരിച്ച് പായ നെയ്ത്തിലേർപ്പെട്ടിരിക്കുകയാണ് ഗ്രാമശ്രീ കുടുംബശ്രീയിലെ അംഗങ്ങൾ. പുല്ലൂർപിരിയ പഞ്ചായത്തിലെ എടമുണ്ട വാണിയൻകുന്ന് കോളനിയിലെ VK ചോമു, VK നാരായണി, CP പാർവതി, VK കല്യാണി, CV നാരായണി, M കല്യാണി, V നാരായണി എന്നിവരുടെ നേതൃത്വത്തിലാണ് തഴപ്പായ നിർമ്മാണം നടക്കുന്നത്. പട്ടികവർഗ സുസ്ഥിര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 ലക്ഷം രൂപ ധനസഹായവും ലഭിച്ചിട്ടുണ്ട്. ST ആനിമേറ്റർ വിമല വാണിയൻകുന്നത്തിന്റെ നേതൃത്വത്തിലാണ് പരമ്പരാഗത തൊഴിൽ സംരംഭം തുടങ്ങിയത്. തൊഴിൽ സംരംഭകത്വ യൂണിറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഇന്ദിര നിർവഹിച്ചു. ഊരുമുപ്പൻ C കണ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV വേലായുധൻ, വാർഡംഗങ്ങളായ സീത, ബിന്ദു, ST ആനിമേറ്റർ അനീഷ്, CDS ചെയർപേഴ്സൺ ശ്രീജ, VK നാരായണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേശ്വരത്തും കാസർഗോട്ടും വർഗീയ കലാപമുണ്ടാക്കാൻ ആസൂത്രിത നീക്കം നടത്തിയത് CPM-ഉം SDPI-യും ചേർന്നാണെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. ഫെഡറൽ ബാങ്കിന്റെ ജനകീയ സ്വഭാവം നിലനിർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തിയത്. ജനമൈത്രി പോലീസും കോഴിക്കോട് സാന്ത്വനം ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്ര വെള്ളിയാഴ്ച കാസർഗോഡ് നിന്നും ആരംഭിക്കും. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ ജലസംഗമവും ഏകദിന ശില്പശാലയും സംഘടിപ്പിച്ചു. കാസർഗോഡ് DPC ഹാളിൽ നടന്ന പരിപാടി P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ അഴിമതിക്കെതിരെയായിരുന്നു മാർച്ച്. ജില്ലാ ഭരണകൂടത്തിന്റെയും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.